ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പാട്രിയോട്ട് ടീസർ റിലീസായിട്ടുണ്ടായി. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. എനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല, റിയാക്ഷൻ ചെയ്ത് വീഡിയോ കാണിക്കുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് കിട്ടിയ പണി കിട്ടും. ഇത്രയും വീഡിയോ ചെയ്തിട്ട് ഒരു ഗുണമില്ലാതായി പോകും. അതുകൊണ്ട് കണ്ടിട്ട് നമ്മൾ നേരത്തെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നി അതാണ് ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. പാട്രിയോട്ട് ഈ ഒരു ടീസർ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ഹൈപ്പ് വരുന്നൊരു പടമാണ്. അതായത് ഇതിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയപ്പം തൊട്ട് ഇതിനകത്ത് ആകെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്നു എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ 2020 ശേഷം കുറേ ആക്ട്രസ്മാർ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഹൈപ്പ് ഈ ഒരു പടത്തിന് നേരത്തെ ഉണ്ട്. അപ്പം ഈ ഒരു പടം ഈ ഒരു ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് ആകെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാലേട്ടനെയും മമ്മൂക്കയും ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് എനിക്ക് ഇച്ചിരി ഇഷ്ടമായിട്ട് തോന്നിയത്. കാരണം ഇവർ തമ്മിൽ വന്ന അവസാനത്തെ പടം എന്ന് പറഞ്ഞാൽ, ഒരു സ്ക്രീനിൽ വന്ന പടം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിൽ വന്നത് എനിക്ക് തോന്നുന്നു 2020 2020 അത് കഴിഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ജർമ്മനി പോയിട്ട് വരുന്ന മമ്മൂക്ക. അത് ഏത് പടമായിരുന്നു? കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടി. അതിനകത്ത് ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലാലേട്ടനെ മാത്രമല്ല, അന്ന് 2-3 ആക്ടർമാരെ ആ ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പടം പൊങ്ങിയില്ല, ഫ്ലോപ്പായി പോയി. അതിനുശേഷം ഏകദേശം എനിക്ക് 2013 പടം ഇറങ്ങിയത്. അതിനുശേഷം ഇപ്പോഴാണ് ഇവർ തമ്മിൽ ഒരു സിനിമയ്ക്കകത്ത് ഒരു ഫ്രെയിമിൽ വരുന്നത്. 2020 എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഈ ഒരു ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതേപോലത്തെ പടങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് ഒരു നല്ല സിനിമ കാണാനല്ല ഇവർ ഇതുപോലത്തെ പടം ഇറക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ കുറച്ച് കാശ് എറിഞ്ഞിട്ട് കാശുണ്ടാക്കണം. അതായത് കുറച്ച് പബ്ലിസിറ്റി കൊടുക്കണം, ആൾക്കാർ ഇടിച്ച് തള്ളി കാണണം, അതിനുവേണ്ടി ഉള്ള ഒരു പടം. അല്ലാതെ ഇതൊരു നല്ല പടമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, ഇതിനകത്ത് ഏകദേശം ഒരു കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണുന്ന കഥ തന്നെ. രാജ്യസ്നേഹം, അതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ നിന്ന് വരുന്ന ടെററിസ്റ്റ്, അവരിൽ നിന്നും പ്രതിരോധിക്കുന്ന നായകൻ ലാലേട്ടനും മമ്മൂക്കയും എനിക്ക് തോന്നുന്നു പ്രതിരോധിക്കുന്ന ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന തീവ്രവാദികളെ പ്രതികരിക്കുന്നത്. ലാലേട്ടനകത്ത് എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആവാത്തൊരു ലുക്കാണ് ഇതിനകത്ത് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമല്ല ലാലേട്ടനകത്ത് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ആർമി ഓഫീസറായിട്ടുള്ള ഒരു ഇതാണ് തോന്നുന്നു, ഒരു റോളാണെന്ന് തോന്നുന്നു. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം ലാലേട്ടന് അത് സൂട്ടാവുന്നില്ല. ലാലേട്ടന് ആ ഒരു ഇതിൽ സൂട്ടാവുന്നില്ല. മമ്മൂക്കയുടെ ആ ഒരു കോട്ടും സൂട്ടും ഷൂട്ടാവുന്നുണ്ട്. പക്ഷേ ഇത് ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫൈറ്റ് ഞാൻ നോക്കി, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റണ്ട് ശിവയാണ്. കുറേ 4-5 പേരുണ്ട്. ഈ സ്റ്റണ്ട് ശിവയുടെയൊക്കെ ഫൈറ്റ് പണ്ടേ ബോറായിട്ട് തോന്നിയിട്ടുള്ളത്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് വേലായുധത്തിനകത്തൊക്കെ വിജയുടെ പഴയ സിനിമയൊക്കെ എടുത്ത് നോക്കിയാൽ മതി. വിജയുടെ മിക്ക സിനിമയും സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ അല്ല, ഒരു 3-4 വർഷം മുമ്പുള്ള അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റണ്ട് ശിവയാണ്. ഇപ്പോൾ മലയാളത്തിൽ കൊണ്ടുവന്ന പുള്ളിയുടെ സ്റ്റെപ്പ് എല്ലാം ഒരേ സ്റ്റെപ്പ് തന്നെ. വേലായുധത്തിനകത്തൊക്കെ കിടിലൻ ഫൈറ്റായിരുന്നു. പക്ഷേ ഇപ്പോഴും പുള്ളിയെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. എനിക്ക് ബോറായിട്ട് തന്നെയാണ് തോന്നിയത്. ലാലേട്ടൻ്റെ ഈ ഫൈറ്റ് ഉണ്ടല്ലോ, അതൊക്കെ കുറേ ലാലേട്ടൻ കാണിച്ചിട്ടുള്ള ഒരു ഫൈറ്റുകളാണ്. ഇനി സിനിമ ഇറങ്ങുമ്പോൾ കാണാം. പിന്നെ സുഷിൻ ശ്യാമാണ് മ്യൂസിക്, ഒന്നും പറയണ്ടല്ലോ. ഇത്രയും തോന്നിയത് ഒരു ആവറേജ് ടീസർ പാട്രിയോട്ട്. എന്നുവെച്ചാൽ നമുക്ക് ഒരു നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷന് വേണ്ടി ഇറക്കുന്ന പടം. അല്ലാതെ ഇത് നല്ലൊരു പടം പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടി ഇറക്കുന്നില്ല. അല്ലാതെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. നയൻതാരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രേവതി എനിക്കൊന്ന് മിനിസ്റ്റർ അങ്ങോട്ടാന്ന് തോന്നുന്നു, അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടലി കണ്ട ഒരു വലിയ ഒരു ഗുമ്പൊന്നും എനിക്ക് കിട്ടിയില്ല. ഒരു ആവറേജ് ടീസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.